തീവ്രവാദി ആക്രമണം തന്നെ. മൂന്ന് ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറുഖ് സൈഫി അറസ്റ്റിലായി. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നാണ് ഇയാളെ വിവിധ അന്വേഷണ സംഘങ്ങൾ സംയുക്തമായി പിടികൂടിയത്. ഷാറുഖ് കുറ്റം സമ്മതിച്ചു. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ട്രെയിനിൽ തീവെപ്പ് എന്ന് പ്രതി പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അറസ്റ്റിന്റെ നിർണായക വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ക്രൈം ത്രില്ലർ സിനിമയിലേതെന്ന പോലെ അന്വേഷണ സംഘത്തിന്റെ നാടകീയ നീക്കങ്ങളിലാണ് പ്രതി ഷാറൂഖ് സൈഫി വലയിലായത്. ഷഹീൻബാഗിലെ വീട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർണായകമായ നീക്കം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാറൂഖിന്റെ 6 ഫോണുകൾ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കി. പുലർച്ചെ 1:30 ഇതിലൊരു ഫോൺ സ്വിച്ച് ഓൺ ആയതോടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച അന്വേഷണം. ആശുപത്രികളിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ഫോൺ കോളുകൾ. രത്നഗിരിയിലെ ആശുപത്രിയിൽ തലയ്ക്ക് പരിക്കുപറ്റിയാൾ എത്തിയെന്നും ചികിത്സ പൂർത്തിയാക്കാതെ മുങ്ങിയെന്നും വിവരം. 25ഓളം ATS പോലീസ് ഉദ്യോഗസ്ഥരുടെ രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ 2 മണിയോടുകൂടി ഷാരൂഖിനെ കീഴ്പ്പെടുത്തി. തലയിലും മുഖത്തും ട്രെയിനിൽ നിന്ന് ചാടിയതും പൊള്ളലേറ്റതുമായ പരുക്കുകൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ആക്രമണം. ഇതിനായി പെട്രോൾ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങി. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഇനിയേറെ നിർണായകം. ഡൽഹിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്ന ഷാരൂഖ് സൈഫി എങ്ങനെ കേരളത്തിലെത്തി? ഈ ആക്രമണത്തിന് എന്തുകൊണ്ട് എലത്തൂർ തന്നെ തെരഞ്ഞെടുത്തു? എലത്തൂരിൽ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടത് ആരുടെയെങ്കിലും സഹായത്താലാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും ഉത്തരം കിട്ടാതെ ബാക്കിയായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. എലത്തൂർ തീവെപ്പ് കേസിലെ പ്രതിയെ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് പറഞ്ഞു. The suspected accused in the Kozhikode train incident has been apprehended by the authorities. Right now he is in Ratnagiri. It was a combined effort by our SIT, which was constituted by us. The SIT had officers from the ATS also, and with the cooperation of central agencies and Maharashtra police, the suspected accused has been taken into custody, and he'll be brought back to Kerala. I am in touch with the Maharashtra DGP, and further details on his interrogation and all that, whatever is revealed will be shared with the media at an appropriate time. Thank you. പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിനന്ദനം അറിയിച്ചു. Heinous crime has been apprehended in Ratnagiri district of Maharashtra. I thank the government of Maharashtra, their police, RPF and all the people connected with this, including NIA, who have been able to very rapidly, very quickly apprehend this person. Thanks. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിന്റെ പ്രതിയെ 3 ദിവസത്തിനകം പിടികൂടിയ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും. സംഭവം നടന്ന ഉടൻ തന്നെ കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണത്തിൽ പങ്കാളികളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും മഹാരാഷ്ട്ര ATS, കേന്ദ്ര ഇന്റലിജൻസ്, റെയിൽവേ ഉൾപ്പെടെയുള്ള സഹകരിച്ച മറ്റ് ഏജൻസികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. രത്നഗിരിക്കടുത്തുള്ള ഖേദ് റെയിൽവേ സ്റ്റേഷനിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഷാറൂഖിനെ നാട്ടുകാരാണ് രത്നഗിരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ആംബുലൻസ് വിളിച്ചാണ് ഇയാളെ ആശുപത്രിയിൽ എന്നാണ് വിവരം. പ്രതി ഷാറൂഖിനെ കേരള പോലീസിന് കൈമാറി. മകൻ കുറ്റക്കാരനാണ് എങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണമെന്ന് ഷാറൂഖിന്റെ പിതാവ് പറഞ്ഞു. മാർച്ച് 31-ന് ഷാറൂഖിനെ വീട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ താൻ വീട്ടിലുണ്ടായിരുന്നില്ല. മകനെ കാണാനില്ലെന്ന് ഞായറാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ഷാറൂഖിന്റെ പിതാവ് പറഞ്ഞു. അതേസമയം ഉത്തരമേഖല ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീവെപ്പുണ്ടായ ട്രെയിനിന്റെ ബോഗികളിൽ പരിശോധന നടത്തി. അശ്വിൻ വല്ലത്തിന്റെ റിപ്പോർട്ടിലേക്ക്.
മഹാരാഷ്ട്ര ATSന്റെ പിടിയിലായ ഷാരൂഖ് സൈഫിയെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം മഹാരാഷ്ട്രയിലെത്തി ഷാരൂഖ് സൈഫിയെ ഏറ്റുവാങ്ങി. നാളെ തന്നെ കോഴിക്കോട്ടെ കോടതിയിൽ ഷാരൂഖ് സൈഫിയെ ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. ഇയാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പരിക്ക് പറ്റിയത് നേരത്തെയുണ്ടായ ആക്രമണത്തിൽ മാത്രമല്ല. ആക്രമണത്തിൽ ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നാലെ ഇന്നലെ ഖേദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങുന്ന സമയത്ത് ഇയാൾക്ക് പരിക്ക് പറ്റിയെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പരിക്ക് കണ്ട നാട്ടുകാരാണ് ഇയാളെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് രത്നഗിരി ആശുപത്രിയിൽ വെച്ച് ഇയാളുടെ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആവുകയും അതിന്റെ സിഗ്നൽ ഈ ATSന് നേരത്തെ തന്നെ ഷാരൂഖ് സൈഫിയുടെ മൊബൈൽ ഫോണുകൾ ATS ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ATSന് അത് ലഭിക്കുകയും അങ്ങനെയാണ് രത്നഗിരിയിൽ ഷാരൂഖ് സൈഫി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. പിന്നീട് അവിടെ ആശുപത്രിയിലേക്ക് ATS സംഘം എത്തുമ്പോഴേക്ക് അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്നുണ്ടായ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇയാൾക്ക് ഇവിടെ നിന്ന് കടന്നുകളയാൻ, രത്നഗിരിയിൽ നിന്ന് കടന്നുകളയാൻ തന്നെയായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങോട്ടേക്ക് പോകാനായിരുന്നു പദ്ധതി, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. മാർച്ച് 31-നാണ് ഷാരൂഖ് സൈഫിയെ കാണാനില്ല എന്നുള്ള പരാതി ഷാരൂഖിന്റെ പിതാവ് ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. ഈ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഈ സംഭവം ഷാരൂഖ് സൈഫി എന്നൊരാളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്ന് നോയിഡയിലും അതേപോലെ തന്നെ UPയിലും ഒക്കെ തന്നെ വലിയ രൂപത്തിലുള്ള പരിശോധന UP ATSന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അവർ ഷാരൂഖ് സൈഫി എന്ന പേരുള്ള പലരെയും ലൊക്കേറ്റ് ചെയ്തെങ്കിലും ഇങ്ങനെ ഒരാൾ മിസ്സായിട്ടുണ്ട്, ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഷാരൂഖിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെയൊക്കെ ചോദ്യം ചെയ്തു. പക്ഷേ അവരൊക്കെ നൽകിയ സൂചനകൾ ഷാരൂഖ് ഇതുവരെയും ഡൽഹി വിട്ട് പുറത്തുപോയിട്ടുള്ള ആളല്ല എന്നുള്ള നിലക്കായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഇത് ഷാരൂഖിന് 6 മൊബൈൽ ഫോണുകളുണ്ട് എന്നൊക്കെയുള്ള നിലക്കുള്ള സൂചനകൾ ലഭിക്കുന്നു. മാത്രമല്ല ഷാരൂഖിന്റേതായിട്ട് ലഭിച്ച ബാഗിൽ നിന്നുള്ള ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ EMI നമ്പർ ട്രാക്ക് ചെയ്തതിലൂടെ തന്നെ ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഫോണാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുകയും ചെയ്തു. ആ ഫോണാണെങ്കിൽ ഏറ്റവും അവസാനം സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും ഡൽഹിയിൽ വെച്ച് തന്നെയാണ്. അത് ഷാരൂഖിനെ കാണാതായ 31-ാം തീയതിയാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും. അങ്ങനെയാണ് ഇത് ഷാരൂഖ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് മറ്റു ഫോൺ നമ്പറുകൾ നിരന്തരം കേന്ദ്ര ഇന്റലിജൻസും അതേപോലെ തന്നെ ATSും ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ മഹാരാഷ്ട്രയിൽ വെച്ച് ആ ഫോൺ സ്വിച്ച് ഓൺ ആയതോടുകൂടിയാണ് പിന്നീട് അന്വേഷണം വളരെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് മഹാരാഷ്ട്ര ATSും RPFും ഒക്കെ നടത്തിയത്. അതിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പലരുടെയും പ്രേരണയാലാണ്, തനിക്ക് പിന്നിൽ മറ്റു പലരുമുണ്ട്, അവരുടെ പ്രേരണയാലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നൊക്കെ ഷാരൂഖ് സൈഫി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാരാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളിലേക്ക് കടന്നിട്ടില്ല. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലക്ക് തന്നെയാണ് ഷാരൂഖിന്റെ കുടുംബം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഷാരൂഖിന്റെ കുടുംബത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. നാളെ തന്നെ ഷാരൂഖുമായി പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ടെത്തും. കോഴിക്കോട്ടെ കോടതിയിൽ ഷാരൂഖിനെ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇയാൾക്ക് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്ര കണ്ട് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഇയാൾ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ചികിത്സ ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അശ്വിൻ വല്ലത്തിന്റെ റിപ്പോർട്ട്. മറ്റു വാർത്തകളിലേക്ക്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. പറമ്പിക്കുളത്തെത്തിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് നെന്മാറ MLA K. ബാബു പറഞ്ഞു. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും കത്തു നൽകി. നാളെ പറമ്പിക്കുളത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും K. ബാബു വ്യക്തമാക്കി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കം അത് ഇടുക്കിയിൽ അത് ആശ്വാസമാവുകയാണെങ്കിൽ അവിടെ അല്പം ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഷേധം അത് സ്വാഭാവികമാണ്. എന്താണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്? എൽദോ, ഇപ്പോൾ ഇതിനെതിരെ സ്ഥലം നെന്മാറ MLA K. ബാബു തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കണം എന്നതാണ് MLA വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ 10 ആദിവാസി കോളനികളിലായി 2470 ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. അതോടൊപ്പം നെല്ലിയാമ്പതി പോലെയുള്ള അതിന്റെ സമീപ പ്രദേശങ്ങളിലേക്കും അരിക്കൊമ്പൻ വരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും അതല്ല എങ്കിൽ അതിനെതിരെ പ്രതിഷേധമുണ്ടാകുമെന്നും MLA തന്നെ വ്യക്തമാക്കുന്നത്. നാളെ പറമ്പിക്കുളത്ത് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് അരിക്കൊമ്പനെ മാറ്റാനുള്ള അവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറമ്പിക്കുളത്ത് നാളെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാവിലെയാണ് പറമ്പിക്കുളത്ത് പ്രതിഷേധം നടക്കുക. പ്രസാദ്, ഈ പറമ്പിക്കുളത്തെ ഒരു ഭൂമിശാസ്ത്രം അതെങ്ങനെയാണ്? ഈ പറമ്പിക്കുളത്തേക്ക് ആനയെ കൊണ്ടുവരികയാണെങ്കിൽ അത് ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് എന്നാണോ കണക്കാക്കേണ്ടത്? എൽദോ, പറമ്പിക്കുളം ഒരു വനമേഖലയാണ്. പക്ഷേ അവിടെ
10 ആദിവാസി കോളനികളിലായി 611 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം. അതോടൊപ്പം തന്നെ അങ്ങനെ 3000-ഓളം പേർ അവിടെ ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ് പറമ്പിക്കുളത്ത്. മുതലമട പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. വനത്തിനകത്ത് ആനയെ കൊണ്ടുവിട്ടാൽ പോലും അരിക്കൊമ്പന്റെ നിലവിലെ പ്രകൃതമനുസരിച്ച് അത് വീണ്ടും പുറംകാട്ടിലേക്ക് നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന് പ്രതിഷേധമായി ഇവർ പറയുന്നത്. അതായത് ആന ഉൾക്കാട്ടിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയും കാലം ഇടുക്കി മേഖലയിൽ ജനവാസ മേഖലയിൽ കഴിഞ്ഞിരുന്ന ഒരു ആനയെ അതിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ഉൾക്കാട്ടിലേക്ക് വിട്ടാലും അത് പിന്നീടും പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറമ്പിക്കുളംകാർക്ക് അതൊരു വലിയ ആശങ്ക ഉണ്ടാകാനുള്ളൊരു കാരണവും ഇത് തന്നെയാണ്. പറമ്പിക്കുളത്ത് നിന്നും നെല്ലിയാമ്പതി മേഖലയിലേക്ക്, അതായത് വനമേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് ഇവർ കാണുന്നു. ഇക്കാരണങ്ങളാലാണ് അരിക്കൊമ്പനെ ഒരു കാരണവശാലും പറമ്പിക്കുളം മേഖലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതിന് സ്ഥലം MLA CPM ഭരണപക്ഷ പാർട്ടിയിൽപ്പെട്ട MLA കൂടിയായ നെന്മാറ MLA കെ ബാബു തന്നെയാണ് ഇതിന് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്, മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിട്ടുള്ളത്. പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ പറമ്പിക്കുളത്ത് ഒരു പ്രതിഷേധ സാധ്യത. അവിടത്തെ സ്ഥലം MLA നെന്മാറ MLA കെ ബാബു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് പ്രസാദ് ഉറുമ്പശ്ശേരി നൽകിയത്. അതേസമയം ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനജീവിതത്തിന് ഭീഷണിയായി കാട്ടാന അരിക്കൊമ്പനെ പിടികൂടി പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഹൈക്കോടതി ഉത്തരവ് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ തീരുമാനം. അരിക്കൊമ്പനെ മയക്കേട് വെച്ച് പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരായി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ആനയെ ഇടുക്കിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന് ഹൈക്കോടതി നിയോഗിച്ച 5-അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. പറമ്പിക്കുളത്ത് അരിക്കൊമ്പന് കഴിയാനുള്ള ആവാസ വ്യവസ്ഥയാണുള്ളത്. വെള്ളവും ഭക്ഷണവും പറമ്പിക്കുളത്ത് സുലഭമാണെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ തന്നെയുള്ള പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൂടെയെന്ന് കോടതി ആരാഞ്ഞെങ്കിലും വിദഗ്ധ സമിതി നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ആനയെ പിടികൂടുന്നതിന് റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാ വിഭാഗങ്ങൾ ആവശ്യമായ സഹായം നൽകണം. അരിക്കൊമ്പനെ പിടികൂടുന്നതിൽ സോഷ്യൽ മീഡിയ ആഘോഷങ്ങൾ വേണ്ട എന്നും കോടതി വ്യക്തമാക്കി. ആനയെ തടവിലാക്കണോ പുനരധിവസിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ചീഫ് ലൈഫ് വാർഡൻ തീരുമാനിക്കേണ്ടതെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ലക്ഷ്യമെന്ന് കോടതി പറഞ്ഞു. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മൃഗത്തെയും പിടികൂടുന്നത് പരിഹാരമല്ലെന്നും ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള നടപടികളാണ് വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. മൃഗങ്ങളുടെ, മനുഷ്യന്റെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സമീപനം വേണം. അതിനകത്ത് പഞ്ചായത്തിന്റേതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി ഗൗരവത്തോടുകൂടി പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിധി കർഷക സമൂഹത്തിന് ആശ്വാസകരമാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കർഷക സമൂഹത്തിന് ഏറെ ആശ്വാസം നൽകുന്ന തൃപ്തികരമായ ഒരു വിധിയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമാവും ആനയെ എങ്ങനെ പിടികൂടണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വനം വകുപ്പ് തീരുമാനമെടുക്കുക. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാലിലെയും ശാന്തൻപാറയിലെയും നിവാസികൾ. ജനപ്രതിനിധികളും സമരസമിതിയും ഈ വിധിയെ സ്വാഗതം ചെയ്തു. ഉത്തരവിനെ മാനിക്കുന്നു, അതിനെ അഭിവാദ്യം ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യമാണ്, ഇതിന്റെ പേരിലൊന്നും ഇവിടെ പ്രകടനവും ആഹ്ലാദവും ഒന്നും നടത്താൻ പാടില്ലെന്നൊന്നും കോടതി പറഞ്ഞൊന്നും ശരിയല്ല. ഇവിടുത്തെ ജനങ്ങളുടെ മൗലികാവകാശത്തിന്റെ മേലുള്ള കയ്യേറ്റമാണ്. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും കൂടെ പറയും. ഇന്ന് കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അതാണല്ലോ നമ്മുടെ ആവശ്യം. ആനയെ അരിക്കൊമ്പനെ എന്ന ആനയെ നാട്ടിൽ നിന്ന് മാറ്റണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. ബാക്കി എന്ത് ചെയ്യണമെന്ന് അവരെ തീരുമാനിക്കണ്ട. ഞങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. സമരം 6ാം ദിവസമാണ്. ഈ ആനേനെ അരിക്കൊമ്പനെ ഇവിടുന്ന് മാറ്റണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ആവശ്യം. ഇത് ഇന്ന് മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അത് മാറ്റിയാൽ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇനി സ്കൂളിൽ പോകാൻ പേടിയില്ലാതെ ഇനി ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരും. കുഞ്ഞും കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ട് ഇറങ്ങാനുള്ള ഇതുണ്ട്. ഞങ്ങൾ ഈ രാപ്പകൽ സമരം ഈ 6 ദിവസം ഞങ്ങൾ ഈ ചെയ്തതിന്റെ ഒരു ഫലം ഞങ്ങൾക്ക് കണ്ടതിന്റെ സന്തോഷം. இந்த அரிக்கம்பனை பிடிச்சி மாற்றுறது எங்களுக்கு ரொம்ப சந்தோஷம். ஏன்னா பிள்ளைங்கள்லேருந்து நாங்கள் வேலைக்கு போயிட்டு வர்றதுலேருந்து எல்லாரும் நாங்கள் இந்த அரிக்கம்பனால கொஞ்சம் பயந்து நடந்தோம். எப்போ எங்கே இறங்கி வருமோன்னு. கோடதியில் பிடிக்கக்கூடாதுன்னு விதி வந்தப்போ ரொம்ப சங்கடம் இருந்துச்சு. இப்போ இந்த சமரத்துக்கு பிறகு இதில் வெற்றி கிடைக்குன்னு நினைக்கும் போது எங்களுக்கு ரொம்ப சந்தோஷம். இவ்வளோ நாள் நாங்கள் போராடுறதுக்கு பலன் எங்களுக்கு ஜெயமா നൽകി തന്നതിന് ரொம்ப നന്ദി. ഇവിടെ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 ദിവസമായി. എന്തായാലും വിധിയെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള ജനങ്ങളുടെ വികാരം എന്താണെന്ന് കോടതി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ரொம்ப சந்தோஷம் உண்டு ഞങ്ങൾക്ക് ആനയെ പിടിച്ചു മാറ്റുന്നത്.
நல்ல சந்தோஷம், ரொம்ப சந்தோஷம். പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്തരത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്ര തുടങ്ങി. ഘോഷയാത്ര രാത്രി തിരിച്ചെത്തുന്നതോടെയാണ് 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനമാകുന്നത്. വിവരങ്ങളുമായി ഐശ്വര്യ അനിലാണ് ചേരുന്നത്. ഐശ്വര്യ, ഈ ഘോഷയാത്ര ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? തുടക്കമായത് പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ചത്. ഈ 5 മണിയോടുകൂടിയാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചത്. ഈ ആറാട്ട് ഘോഷയാത്രയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഘോഷയാത്രയ്ക്കൊപ്പം നടക്കുന്നത്. ഇത് നേരെ ശംഖുമുഖത്തേക്കാണ് പോകുന്നത്. വള്ളക്കടവ് വഴി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്തുകൂടി ഘോഷയാത്ര ശംഖുമുഖത്തെത്തും. ആറാട്ടിന് ശേഷം എഴുന്നള്ളത്ത് രാത്രി മടങ്ങിയെത്തുന്നതോടുകൂടിയാണ് ഈ 10 ദിവസം നീണ്ട ഉത്സവങ്ങൾക്ക് സമാപനമാകുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ തലസ്ഥാനത്ത് ഇതൊരു വലിയ ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ കൂടിയാണ് ഈ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവളത്തിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വിമാന സർവീസുകളൊക്കെ തന്നെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പുനഃക്രമീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ യാത്രക്കാരെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഭക്തർക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ വഴി നീളെ ആയിരക്കണക്കിന് ഭക്തരാണ് നമുക്ക് ഈ വഴി നീളെ കാണാനാകുന്നത്. നേരെ ഇപ്പോൾ പടിഞ്ഞാറക്കോട്ടയാണുള്ളത്. ഇവിടെ നിന്ന് നേരെ ഈ വള്ളക്കടവ് വഴി ഈ എയർപോർട്ടിലേക്കായിരിക്കും പോകുന്നത്. എയർപോർട്ട് വഴി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്തുകൂടി ഇത് ശംഖുമുഖത്ത് എത്തും. അവിടെ നിന്ന് തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് എത്തുന്നതോടുകൂടിയാണ് 10 ദിവസം നീണ്ടുനിന്ന ഈ പൈങ്കുനി ഉത്സവത്തിന് തന്നെ സമാപനമാകുന്നത്. എന്തായാലും ഈ ഒരു ഉത്സവത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ആറാട്ട് ഘോഷയാത്രയിൽ പങ്കുചേരാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇതിനോടൊപ്പം, ഈ ഘോഷയാത്രയ്ക്കൊപ്പം നടക്കുന്നത്. ഒപ്പം തന്നെ അതുകൂടാതെ വഴി നീളെ ഇത് കാണാനായി കുരുന്നുകളും പ്രായമായവരും ഒക്കെ ഭക്തർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. എന്തായാലും ഈ ഒരു ഉത്സവം, അല്ലെങ്കിൽ ഈ ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറക്കോട്ടയിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഈ ഘോഷയാത്രയ്ക്കൊപ്പം നടക്കുന്നത്. ഒപ്പം വഴിനീളെ നിരവധി ഭക്തർ ഇത് കാണാനായി, ഈ കാഴ്ച കാണാനായി എത്തിയിട്ടുമുണ്ട്. ഇതൊരു പതിവ് കാഴ്ചയാണ്. എല്ലാ തവണയും ഈ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ ഇത്തരത്തിൽ വഴിനീളെ ഭക്തർ കാത്തുനിന്ന് ഈ ഒരു ഘോഷയാത്ര കാണാറുണ്ട്. അതുതന്നെയാണ് ഇക്കുറിയും കാണുന്നത്. പക്ഷേ കോവിഡിന്റെയൊക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഘോഷയാത്രകൾ നടക്കുമ്പോൾ അതിന്റെ ഒരു ആവേശം അത് ഭക്തരിൽ കാണാനുണ്ട്. അതൊരു ഉത്സവ ലഹരിയിൽ തന്നെയാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമായി തന്നെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക അവധിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായി തന്നെയാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്തരത്തോട് അനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്ര തുടങ്ങിയതിപ്പോൾ പടിഞ്ഞാറേക്കോട്ടയിലെത്തിയിരിക്കുന്നു. രാത്രി തിരിച്ചെത്തുന്നതോടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് സമാപനമാകുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നു. ഐശ്വര്യ അനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. 5 മണി വാർത്തയിലേക്ക് വീണ്ടും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹർജി എങ്ങനെ നിലനിൽക്കുമെന്നും ആരാഞ്ഞു. ഇതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഹർജി പിൻവലിച്ചു. വിവരങ്ങളുമായി അശ്വിനി നൽകും വിശദാംശങ്ങൾ. പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി അത് പിൻവലിക്കേണ്ട സാഹചര്യം, ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ നേതാക്കൾക്ക് എങ്ങനെ നൽകാൻ കഴിയുമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. അതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആ ഹർജി പിൻവലിക്കുകയായിരുന്നു. എന്തായാലും സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തിന് ഒരു തിരിച്ചടി ലഭിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിന് സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യം. പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്ന് തന്നെയാണ് ഈ ഹർജി സമർപ്പിച്ചത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി നേരിടുന്നു ഈ കേസിൽ. എങ്ങനെ ഈ ഹർജി നിലനിൽക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം സുപ്രീം കോടതിയുടേത്. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയക്കാർക്ക് മാത്രം, നേതാക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു നിയമപരിരക്ഷ നൽകിയാൽ അത് പൊതുജനങ്ങൾക്ക് അത് എങ്ങനെ സ്വീകാര്യമാകുമെന്നുള്ള ആശങ്കയാണ് സുപ്രീം കോടതി പങ്കുവച്ചത്. ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ അതെങ്ങനെ നൽകാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി തന്നെ സുപ്രീം കോടതി ഉന്നയിക്കുന്നു. അശ്വിനി ചേരുന്നു വിശദാംശങ്ങളുമായി. അശ്വിനി, വിവരങ്ങൾ.
പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റവും വലിയൊരു ആയുധമാക്കി എടുത്തിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം എന്നുള്ള ആംഗിളിൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ അടക്കമുള്ള നടപടികൾ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. അങ്ങനെയുള്ള നീക്കങ്ങൾക്കിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടി എന്നല്ല, സുപ്രീം കോടതിയുടെ പരാമർശങ്ങളെ തുടർന്ന് ഹർജി പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് പിൻവാങ്ങേണ്ടി വന്നത്. ഇതിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ച ചില ഘടകങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രത്യേക നിയമപരിരക്ഷ അല്ലെങ്കിൽ പരിഗണന നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. സാധാരണ പൗരന്മാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു വേർതിരിവ് കാണാൻ കോടതിക്ക് സാധിക്കില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതേ തുടർന്നാണ് അഭിഷേക് മനു സിംഗ്വി കുറെ കണക്കുകൾ നിരത്തിയിരുന്നു. അതായത് ED കേസുകളിലുണ്ടായ വർധന, ഇതിനകത്ത് 95% കേസുകളിലും പ്രതികളായിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളാണെന്നതും CBI കേസുകളിലും ഇതേ സമാനമായ നിരക്ക് കണക്ക് 90% മേൽ പ്രതികളായിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ളവരാണെന്നുള്ള കണക്കുകളൊക്കെ നിരത്തി. ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു നടപടിയായി കാണാൻ പറ്റില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രം എതിരെയുള്ള ഒരു നടപടിയായി മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കൂ എന്നുമാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഹർജി പിൻവലിക്കാനായിട്ട് 14 പ്രതിപക്ഷ പാർട്ടികളിൽ പ്രതിനിധീകരിച്ചു വന്ന അഭിഷേക് മനു സിംഗ്വി തീരുമാനിക്കുകയും ചെയ്തത്. ശരി, അശ്വിനി S. കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. മധുവിന് നീതി ലഭിച്ചുവോ? അട്ടപ്പാടി മധു കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 13 പേർക്ക് 7 വർഷം കഠിന തടവ്. കേസിലെ 16ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപയുമാണ് ശിക്ഷ. നീതി കിട്ടിയില്ലെന്നും പോരാട്ടം തുടരുമെന്നും മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. കോടതി ഉത്തരവിൽ പോലീസിന് വിമർശനമുണ്ട്. ഒന്നാം പ്രതി ഹുസൈൻ ഉൾപ്പെടെയുള്ള 13 പ്രതികൾക്കാണ് 7 വർഷം കഠിന തടവ്. ഹുസൈൻ 1,05,000-ഉം മറ്റ് പ്രതികൾ 1,18,000 രൂപയും പിഴയടയ്ക്കണം. 16ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ മുനീർ 3 മാസം റിമാൻഡിൽ കഴിഞ്ഞതിനാൽ 500 രൂപ പിഴ മാത്രം അടച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയിൽ തൃപ്തരല്ലെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മധുവിന് നീതി കിട്ടും, ഒരു 10 വർഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. പ്രതികൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നതായും അപ്പീൽ പോകുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് M. മേനോൻ പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയതിൽ തൃപ്തിയുണ്ട്. പക്ഷേ കുറ്റക്കാരല്ല എന്ന് കണ്ടിട്ടുള്ള 1-2 സെക്ഷനുകളിൽ പ്രോസിക്യൂഷൻ ഇന്നലെ തന്നെ അതിൽ പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധിച്ചതിന് ശേഷം അപ്പീൽ കൊടുക്കേണ്ട നടപടികൾക്കുള്ള ശുപാർശകൾ. 484 പേജുള്ള വിധി പ്രസ്താവത്തിൽ മജിസ്റ്റീരിയൽ റിപ്പോർട്ട് തെളിവായി സ്വീകരിച്ചതായി കോടതി വ്യക്തമാക്കി. പോലീസ് കസ്റ്റഡിയിലാണ് മധു മരിച്ചതെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു. മാധ്യമങ്ങൾക്കും അഭിനന്ദനമുണ്ട്. മാധ്യമങ്ങൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അസ്വാഭാവിക മരണം മാത്രമായി മധു കേസ് മാറുമായിരുന്നുവെന്ന് വിധിയിൽ പറയുന്നു. മധു കേസിൽ കോടതിയുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ് മധുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ അപ്പീൽ പോകാനും മധുവിന്റെ അമ്മയും സഹോദരിയും തീരുമാനിച്ചു. അതായത് മറ്റൊരു നിയമ പോരാട്ടം ആരംഭിക്കുകയാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള മധുവിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടലാണ് ഉണ്ടായത്. ഉയർന്നുവന്ന ആക്ഷേപങ്ങളെല്ലാം സർക്കാർ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അത് സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാണ്. അവർ തൃപ്തികരമല്ല എന്നുള്ള വിധി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവർ തുടർന്ന് എന്താണോ ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ CMD ബിജു പ്രഭാകർ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. CITU പ്രതിനിധികളുമായുള്ള ചർച്ച പൂർത്തിയായി. TDFുമായുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്.
ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പേ വിഷബാധ ചികിത്സയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച. റാബീസ് വാക്സിൻ എടുത്ത 14-കാരന്റെ ശരീരം തളർന്നുപോയി. വാക്സിൻ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാരെ അറിയിച്ചിട്ടും വീണ്ടും കുട്ടിയിൽ കുത്തിവയ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചുവെന്ന് ആശുപത്രി സൂപ്രണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റതിനെ തുടർന്നാണ് 14-കാരൻ കാർത്തിക് റാബീസ് വാക്സിനേഷനായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ആദ്യ ഡോസ് വാക്സിൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വീകരിച്ചു. ചേർത്തലയിൽ നിന്നെടുത്ത 2ാം ഡോസ് മുതലാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിയിൽ കണ്ടു തുടങ്ങിയത്. മറ്റുള്ള ഡോസുകളെല്ലാം എടുത്തത് വെച്ചാൽ അതിനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാക്സിൻ എന്തെങ്കിലും പ്രശ്നം കാണുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അത് ഡോക്ടേഴ്സിനോട് പ്രത്യേകം ഓരോ വാക്സിൻ എടുക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ അതിനൊരു മുഖവിലയ്ക്ക് എടുക്കുക, കാര്യങ്ങളൊന്നും ചോദിക്കുക, ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതേ തുടർന്നാണ് ഇവന്റെ അവസ്ഥ ഇത്രയും മോശമായിട്ട് ഇത്രയും തളർന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. വാക്സിൻ എടുത്ത ഇടവേളകളിൽ 4 തവണയാണ് കടുത്ത പനിയും തലകറക്കവുമായി കാർത്തികിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വാക്സിനേഷന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടിയുടെ പേടി മാത്രമാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ രോഗലക്ഷണങ്ങൾ തള്ളുകയായിരുന്നു. ലക്ഷണങ്ങൾ ഗൗരവത്തിലെടുക്കാതെ വീണ്ടും ഡോസുകൾ നൽകിയതോടെ കാർത്തികിന്റെ ശരീരം പൂർണ്ണമായും തളർന്നു. നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അന്നേരം അവർ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞ് ORS കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2 മണി വരെ ഒരു ഡോക്ടറായിരിക്കും, ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ വേറെ ഡോക്ടർ, അങ്ങനെ അവർ 2 ഡോക്ടറെ ആ ചികിത്സിച്ച പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അവർ ഒരാൾ ORSന്റെ ഇത് പറഞ്ഞ് ഒരാൾ ട്രിപ്പ് ഇട്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവൻ തളർന്ന് കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന് പൊങ്ങാൻ പറ്റാത്ത സ്റ്റേജായി. വാക്സിൻ എടുത്ത ശേഷം കണ്ണിന്റെ കാഴ്ചയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു. അപ്പോഴും ഡോക്ടർമാർ നൽകിയത് ORSഉം സിജറോൺ എന്ന തലചുറ്റലിനുള്ള മരുന്നും മാത്രം. പൂർണ്ണമായി തളർന്ന കുട്ടി 1 മാസമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർത്തികിന് നൽകിയ ചികിത്സയിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചതായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് നടത്തിയ അന്വേഷണത്തിലും സ്ഥിരീകരിക്കപ്പെടുന്നു. മരുന്നിന്റെ കോംപ്ലിക്കേഷനിലും ചിലർ പക്ഷേ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞ് 101 ഡിഗ്രി സെൽഷ്യസ് പനിയൊക്കെ എഴുതിയിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടും അവിടെ അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ലല്ലോ. ഒരു നെഗ്ലിജൻസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നെഗ്ലിജൻസ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശക്തമായിട്ടുള്ള നടപടികൾ വരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. റാബീസ് ഇഞ്ചക്ഷൻ മൂലം നാഡീവ്യൂഹങ്ങളെ തളർത്തുന്ന സർവിക്കൽ മൈലൈറ്റിസ് കുട്ടിക്ക് ബാധിച്ചുവെന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സാരേഖകളും വ്യക്തമാക്കുന്നു. ചേർത്തല ആശുപത്രിയുടെ ചികിത്സാ പിഴവ് സ്ഥിരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ചേർത്തല കരുവ സ്വദേശികളായ പ്രദീപ് കുമാറിന്റെയും അനിതയുടെയും ഏക മകനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക്. വാക്സിനേഷനിൽ പ്രശ്നമുണ്ടെന്ന് കുടുംബം നിരന്തരം ഡോക്ടർമാരെ അറിയിച്ചിട്ടും ചേർത്തല താലൂക്ക് ആശുപത്രി അധികൃതർ കുത്തിവെപ്പ് തുടരുകയായിരുന്നു. കളിച്ചും ചിരിച്ചും പഠിച്ചു നടക്കേണ്ട കാലഘട്ടത്തിൽ കാർത്തിക്കിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് തീർച്ചയായും മറുപടി പറയേണ്ടത് സർക്കാരും ആരോഗ്യ വകുപ്പുമാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല കരുവയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പേ വിഷബാധ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട് അനിൽകുമാറിനെ ഉപരോധിച്ചു. പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു ഉപരോധം. ജില്ലാ സെക്രട്ടറി KR രൂപേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. തിരുവനന്തപുരത്ത് ബലൂൺ വിഴുങ്ങിയ 9 വയസ്സുകാരൻ മരിച്ചു. ബാലരാമപുരം അന്തിയൂർ സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അരുൺ മോഹൻ വിശദാംശങ്ങളുമായി. എന്താണ് സംഭവിച്ചത് അരുൺ? കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരമൊരു അപകടം ഈ കുട്ടിക്കുണ്ടായത്. ബാലരാമപുരം സ്വദേശിയായ രാജേഷ് സബിത ദമ്പതികളുടെ മൂത്തപുത്രനായ ആദിത്യൻ സഹോദരന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയ ബലൂൺ അതിനെ ഒളിപ്പിക്കുമ്പോഴായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. തുടർന്ന് ഈ കുട്ടിയെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇന്ന് കുട്ടിയുടെ നില വഷളാവുകയും തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു. ഈ കുട്ടി പ്ലാവിള സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. ഇപ്പം മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ട്. തിരുവനന്തപുരത്ത് ബലൂൺ വിഴുങ്ങിയ 9 വയസ്സുകാരൻ മരിച്ചു. ബാലരാമപുരം അന്തിയൂർ സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. അരുൺ, ഒരിക്കൽ കൂടി ഈ ബലൂൺ വിഴുങ്ങി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ കുട്ടിയെ? അതെ, അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ സമയം. തുടർന്ന് ഈ കുട്ടി ഈ ആദിത്യന്റെ സഹോദരി
ആദിത്യയെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. 3.5 വയസ്സുകാരിയാണ്. ആ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കുട്ടിയിൽ നിന്ന് തട്ടിപ്പറിച്ച ബലൂൺ വായിലിട്ട് ഒളിപ്പിക്കുകയായിരുന്നു ഈ മകൻ ചെയ്തത്. തുടർന്നായിരുന്നു അവന്റെ നില വഷളാവുകയും വീട്ടുകാരുടെയും സമീപവാസികളുടെയും സഹായത്തോടു കൂടിയായിരുന്നു കുട്ടിയെ നെയ്യാറ്റിൻകര ജില്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു. ഇന്ന് വഷളാവുകയും തുടർന്ന് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. എൽദോ, വളരെ ദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത. അരുൺ മോഹൻ. സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ LDF യോഗത്തിൽ തീരുമാനം. ഈ മാസം 25 മുതൽ മെയ് 20 വരെയാണ് പരിപാടികൾ. സമാപന പരിപാടി മെയ് 20-ന് തിരുവനന്തപുരത്ത് നടത്തും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് LDFിലെ മറ്റ് തീരുമാനങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടതുമുന്നണി തുടക്കം കുറിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ 2ാം വാർഷികാഘോഷം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കി മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. 140 മണ്ഡലങ്ങളിലും ബഹുജന റാലി നടത്തും. മണ്ഡലം കമ്മിറ്റികളാകും റാലി സംഘടിപ്പിക്കുക. ഓരോ പരിപാടിയിലും ചുരുങ്ങിയത് 5000 പേരെ പങ്കെടുപ്പിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ഈ മാസം 25 മുതൽ മെയ് 20 വരെയാണ് പരിപാടികൾ. സമാപനം തിരുവനന്തപുരത്ത് മെയ് 20. സർക്കാർ 2ാം വാർഷിക ദിനമായ മെയ് 20-ന് തിരുവനന്തപുരത്ത് സമാപനം നടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഒരുക്കങ്ങൾക്കായി 10-ാം തീയതി മുതൽ LDFന്റെ ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റികൾ ചേരാനും മുന്നണി യോഗം തീരുമാനിച്ചു. ഈ മറ്റു കാര്യങ്ങളിൽ LDFന് എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനമുണ്ടായോ? പ്രത്യേകിച്ചും KSRTC പോലുള്ള വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം വിഷയങ്ങളിൽ കാര്യമായ ചർച്ച നടന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് പ്രധാന അജണ്ടയും ഇന്ന് യോഗം ചേർന്നതും ഈ 2ാം വാർഷികാഘോഷങ്ങളുടെ ഒരുക്കങ്ങളുടെ ഭാഗമായാണ്. അതിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഈ 2ാം വാർഷികാഘോഷം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ, ഒരു പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാക്കി മാറ്റാനാണ് മുന്നണി യോഗം തീരുമാനിച്ചത്. മറ്റ് കാര്യമായ ചർച്ചകൾ മുന്നണി യോഗത്തിൽ നടന്നതായി വിവരമില്ല. ശരി, VV അരുണാണ് LDF യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമൂഹ സദ്യയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി സംശയം. സദ്യയിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇവരെ ഗോകുലം മെഡിക്കൽ കോളേജിലും സെന്റ് ജോൺസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ സമൂഹ സദ്യയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റവും സംശയമുള്ളപ്പോൾ തന്നെ അതിലൊരു സ്ഥിരീകരണമുണ്ടോ? സ്ഥിരീകരിക്കാവുന്നതാണ്. കാരണം ഇത്തരത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സമൂഹ സദ്യയിൽ പങ്കെടുത്ത ഏകദേശം 100-ലധികം പേരാണ് ചികിത്സ തേടിയത്. അതിൽ തന്നെ കന്യാകുളങ്ങര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം 93 പേർ എത്തി ചികിത്സ തേടിയിരുന്നു. അതിൽ തന്നെ 3 പേർ ആശുപത്രിയിൽ ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് സമൂഹ സദ്യ നടന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ഇന്നലെ വൈകിട്ട് മുതൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രികളിൽ നേരിട്ടെത്തുകയുമാണ് ഉണ്ടായത്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഏകദേശം 150ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആശുപത്രികളിൽ ചികിത്സ തേടാതെ ഉള്ളവരുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന് പരാതിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം തിങ്കളാഴ്ച നടന്ന സംഭവമാണ്. മറ്റ് സാമ്പിളുകളൊന്നും ഇനി എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു പരിമിതിയും ഉണ്ട്. എന്തായാലും പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ. പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സമൂഹ സദ്യയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്ന സംശയം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറുഖ് സൈഫിയെ തെളിവെടുപ്പിനായി റോഡ് മാർഗം കേരളത്തിലെത്തിക്കും. സൈഫിയെ എലത്തൂർ എത്തിക്കാൻ 19 മണിക്കൂർ എടുക്കും. കനത്ത സുരക്ഷയിലാകും സൈഫിയെ എത്തിക്കുക. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഇത്ര ദൂരം റോഡ് മാർഗം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം? അതായത് ഈ എന്തോ പ്രതി പിടിയിലായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിമാനമാർഗം ഈ സംഭവ സ്ഥലത്തേക്ക് ഈ ഷാരൂഖ് സൈഫിയെ എത്തിക്കുന്നതിന് ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഉള്ളതിനാലാണ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ റോഡ് മാർഗം എത്രയും പെട്ടെന്ന് പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് പ്രതിയെ റോഡ് മാർഗം തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും മുമ്പ് ATSന്റെ അതായത് ഭീകരവിരുദ്ധ സേനയുടെ കേരളത്തിൽ നിന്നുള്ള സേനാംഗങ്ങൾ, ഒപ്പം തന്നെ പ്രത്യേക സുരക്ഷാ സേനാംഗങ്ങൾ, കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളൊക്കെ പ്രതിയെ അനുഗമിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനമടക്കം ഉറപ്പ് വരുത്തിക്കൊണ്ടാകും 19 മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ച് പ്രതിയെ സംഭവ സ്ഥലത്ത്
തെളിവെടുപ്പിന് വേണ്ടി എത്തിക്കുക. അതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട യാത്ര തിരിക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയോടെ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിക്കാൻ കഴിയും എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തോ ഇയാളുടെ മുഖത്തൊക്കെ കാര്യമായി പരിക്കുണ്ടായിരുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ യാത്ര ചെയ്യാൻ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാകും. അല്ലെങ്കിൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാകും പ്രതിയെയും ആയി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിക്കുക. അതിനുള്ള നടപടികൾ തന്നെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ വൈദ്യസഹായം ഉറപ്പുവരുത്തുന്ന സംഘം ഇവർക്കൊപ്പം തന്നെ അവിടെ നിന്ന് ഈ സുരക്ഷാ സന്നാഹങ്ങൾക്കൊപ്പം സുരക്ഷാ സംഘത്തിനൊപ്പം പാലക്കാട് വരെ പ്രതിയെ അനുഗമിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളെ കുറിച്ചൊന്നും വിശദമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമല്ല. പക്ഷേ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി അവരുടെ പക്കൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. എന്തോ ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിയെ നാളെ കേരളത്തിലെത്തിക്കും. മീഡിയ വൺ ചാനലിനെ വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. ജനാധിപത്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പങ്ക് വലുതാണെന്ന് കോടതി നിരീക്ഷിച്ചു. ദേശസുരക്ഷയുടെ പേരിൽ പൗരാവകാശം ലംഘിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർക്കാരിനെ വിമർശിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല. മീഡിയ വണ്ണിന്റെ ലൈസൻസ് 4 ആഴ്ചയ്ക്കകം പുതുക്കി നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 2 അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രി V മുരളീധരനൊപ്പമാണ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും പാർലമെന്റിലെത്തിയത്. It was only a friendly visit because I was here for the Easter services in New Delhi and in the House Cast Church, and during this 1 week because I came to the throne of our Catholic position. After that, I wanted to meet the leader of our nation. ലൈഫ് മിഷനിലെ പണമിടപാട് കേസിൽ M ശിവശങ്കർ ജാമ്യ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. എറണാകുളം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. ED കേസിൽ നിരപരാധിയാണെന്നാണ് ശിവശങ്കർ ഹർജിയിൽ പറയുന്നത്. ഫെബ്രുവരി 22-നാണ് ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ UDF രാജ്ഭവന് മുന്നിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. രാഹുലിനെതിരായ നടപടി ജനാധിപത്യത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കുറ്റപ്പെടുത്തി. MLA-മാരും മുതിർന്ന UDF നേതാക്കളും സമരത്തിൽ അണിനിരന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ പോരുകാളുകളെ പോലെ കുത്താൻ നിൽക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പരിഹസിച്ചു. നേതാക്കൾക്ക് മുന്നറിയിപ്പുമായ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കുന്നുവെന്നും എന്നാൽ അച്ചടക്കത്തിന്റെ ലക്ഷ്മണ രേഖ കടക്കാൻ പാടില്ല എന്നും താരിഖ് അൻവർ പറഞ്ഞു. മത്സരിക്കില്ലെന്ന് ആരും അറിയിച്ചിട്ടില്ലെന്നും താരിഖ് അൻവർ പ്രതികരിച്ചു. Congress is a liberal party. It is a democratic party. Sometimes we give some leverage, and but at the same time, I will request all of them that they should not cross the Lakshman Rekha. പോൺ താരത്തിന് പണം നൽകിയ കേസിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. 34 കുറ്റങ്ങളാണ് ട്രംപിനെതിരെ ചുമത്തിയത്. ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ കോടതിയിലെത്തിയാണ് ട്രംപ് കുറ്റങ്ങൾ വായിച്ചു കേട്ടത്. അമേരിക്ക നാശത്തിലേക്ക് നീങ്ങുന്നുവെന്നും രാജ്യത്തിനു വേണ്ടി നിന്നതാണ് തനിക്കെതിരെയുള്ള കേസുകൾക്ക് കാരണമെന്നും ട്രംപ് പറഞ്ഞു. ചരിത്രത്തിൽ ഇന്നേവരെയില്ലാത്ത സംഭവങ്ങൾക്കാണ് അമേരിക്ക സാക്ഷ്യം വഹിച്ചത്. മുൻ പ്രസിഡന്റുമാരിൽ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ട ആദ്യത്തെയാളായ ട്രംപ് ന്യൂയോർക്കിലെ മാൻഹട്ടൻ കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിൽ വെച്ച് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ട്രംപ് കോടതിയിൽ ഹാജരായത്. പ്രതികളുടെ വിരലടയാളം ശേഖരിക്കുകയും ഓറഞ്ച് കളറുള്ള വസ്ത്രം ധരിപ്പിച്ച് ഫോട്ടോ എടുക്കുകയും വിലങ്ങണിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ അറസ്റ്റ് നടപടിക്രമങ്ങൾ. എന്നാൽ ട്രംപിന്റെ കാര്യത്തിൽ വിരലടയാളം മാത്രമാണ് ശേഖരിച്ചത്. കുറ്റങ്ങൾ വായിച്ചു കേട്ട ട്രംപ് അതെല്ലാം നിഷേധിച്ചു. 34 കുറ്റങ്ങളാണ് ട്രംപിനെതിരെ ചുമത്തിയത്. 100 കണക്കിന് ട്രംപ് അനുകൂലികൾ തടിച്ചുകൂടിയതിനാൽ കനത്ത സുരക്ഷയിലായിരുന്നു ന്യൂയോർക്ക്. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ട്രംപ് ഫ്ലോറിഡയിലെ വസതിയിലേക്കാണ് പോയത്.
അവിടെ വെച്ച് ട്രംപ് അനുയായികളെ അഭിസംബോധന ചെയ്തു. കേട്ടുകേൾവിയില്ലാത്തതാണ് അമേരിക്കയിൽ നടക്കുന്നതെന്നും നാശത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്നും ട്രംപ്. The only crime that I have committed is to fearlessly defend our nation from those who seek to destroy it. From the beginning, the Democrats spied on my campaign. Remember that? They attacked me with an onslaught of fraudulent investigations. താനുമായുള്ള ബന്ധം മറച്ചുവെക്കുന്നതിന് 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയെന്നതാണ് ട്രംപിനെതിരെയുള്ള കേസ്. പണം നൽകിയത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നാണെന്നും ഇത് ചട്ടങ്ങളുടെ ലംഘനമാണെന്നുമാണ് കണ്ടെത്തൽ. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ട്രംപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സിക്കിമിൽ നാഥുല പാസിൽ മഞ്ഞിടിച്ചിലിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ തെരച്ചിൽ പുനരാരംഭിച്ചു. മഞ്ഞിടിഞ്ഞു വീടിനെ തുടർന്ന് ഗാംഗ്ടോക്ക് നാഥുല ജയനം റോഡിൽ ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഇത് ഭാഗികമായി പുനഃസ്ഥാപിച്ച് പ്രദേശത്ത് കുടുങ്ങിയ വിനോദസഞ്ചാരികളെ പുറത്തെത്തിച്ചിരുന്നു. അപകടത്തിൽ 3 നേപ്പാൾ സ്വദേശികൾ ഉൾപ്പെടെ 7 പേരാണ് മരിച്ചത്. പരിക്കേറ്റ 13 പേരിൽ 6 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കൊല്ലത്ത് പോലീസിന്റെ മർദ്ദനമേറ്റ് യുവാവിന്റെ ചെവി തകർന്നു. കണ്ണനല്ലൂർ പോലീസിന്റെ ലാത്തിചാർജിനിടെയാണ് നെടുമ്പന സ്വദേശി അതുലിന് ചെവിക്ക് അടിയേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടിയ അതുൽ ഇപ്പോൾ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉത്സവത്തിനിടെ തമ്മിൽ തല്ലിയവരെ പിരിച്ചുവിടുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നെടുമ്പന മരുതൂർ ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. തമ്മിൽ തല്ലിയവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ഇതിനിടെ സുഹൃത്തുക്കൾക്കൊപ്പം ഉത്സവം കാണാനെത്തിയ അതുലിന്റെ ചെവിക്ക് ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ചെവിയിൽ നിന്നും രക്തമൊലിച്ചിറങ്ങി. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയെങ്കിലും വേദന സഹിക്കാൻ പറ്റാതായതോടെ ഇന്നലെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി. പോലീസിന്റെ ഈ ദാരുണ പ്രവർത്തനം കാരണം ഇപ്പം വലത്തെ ചെവിയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്. സൈഡിൽ പോയ എന്നെയാണ് പോലീസ് വെറുതെ ഉത്സവം കണ്ടുകൊണ്ടിരുന്ന എന്നെ പോലുള്ള പല സുഹൃത്തുക്കളെയാണ് പോലീസ് അടിച്ചിരിക്കുന്നത്. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അതുൽ ഉത്സവം കൂടാനാണ് നാട്ടിലെത്തിയത്. ചെവി തകർന്ന് ചികിത്സയിലായതോടെ കൃത്യസമയത്ത് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും നിലച്ചു. എന്റെ മോൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ മോന് ഒരു കുറ്റവും ചെയ്യാതെ ഉത്സവം കാണാൻ പോയതാ. ഇപ്പൊ ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങൾ കഷ്ടപിടിച്ച പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രം മതി. ഇത്രയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനാണ് കുടുംബത്തിന്റെ നീക്കം. എന്നാൽ ഇരുചേരികളായി തിരിഞ്ഞ് സംഘർഷത്തിലേർപ്പെട്ടവരെ തടയുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പോലീസ് വിശദീകരണം. അക്രമമുണ്ടാക്കിയവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും കണ്ണനല്ലൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. സ്കൂൾ അവധിയും പെരുന്നാളും വിഷുവും കണക്കാക്കി നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക്. 3 ഇരട്ടി വരെയാണ് നിരക്ക് കൂട്ടിയത്. ആവശ്യക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വിമാന സർവീസുകൾ കൂട്ടാത്തതും നിരക്ക് വർധനയ്ക്ക് കാരണമാവുന്നുണ്ട്. സ്കൂൾ അവധിയും ഉത്സവങ്ങളും വന്നാൽ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ മേലേക്ക് ചാടും. ഈ പതിവിന് ഇക്കുറിയും മാറ്റമില്ല. ഗൾഫിലെ സ്കൂൾ അവധി കണക്കാക്കി നാട്ടിൽ പോയി വരാൻ കാത്തിരുന്ന പ്രവാസി കുടുംബങ്ങളുടെ ബജറ്റ് തന്നെ തെറ്റിക്കുന്ന വർധനയാണ് ഇപ്പോൾ. മാർച്ച് 25 മുതൽ ടാറ്റ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനികൾ UAE-യിൽ നിന്നും കോഴിക്കോട്, ഇൻഡോർ, ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു. വിവിധ വിമാന കമ്പനികളുടെ ഡ്രീം ലൈനർ പോലുള്ള വലിയ വിമാനങ്ങൾക്ക് പകരം ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി. വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം എമിറേറ്റ്സും ഫ്ലൈ ദുബായിയും അടക്കമുള്ള വിമാന കമ്പനികൾ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും ഇന്ത്യ അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. ഇന്ത്യൻ വിമാന കമ്പനികളുടെ എതിർപ്പാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുമേൽ സമ്മർദ്ദമുണ്ടാക്കുന്നതെന്നാണ് ആരോപണം. വിമാന കമ്പനികളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ നയം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിതമായ നിരക്കിൽ ചാർട്ടേഡ് വിമാനങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ സാധ്യത ആരാഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരുന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിലാകാനും കടമ്പകൾ ഏറെയാണ്. ന്യൂസ് 18 അബുദാബി. ഒരിടവേള കൂടി. ട്രെയിനിൽ തീയിട്ട ഷാരൂഖ് സൈഫിയുടെ പിന്നിലാര്?
നിർണായക വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. അക്രമി ലക്ഷ്യമിട്ടത് കൂട്ടക്കൊലയോ? പോലീസ് പട്രോൾ രാത്രി 10-ന്. തരത്തിലുള്ള അംഗപരിമിതി ഉണ്ടോ എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രാഥമികമായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആക്രമണ സമയത്ത് പൊള്ളലേറ്റു എന്ന് തന്നെയാണ്. രത്നഗിരിയിൽ ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നുള്ള വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വരികയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രെയിനിൽ കോഴിക്കോട് എലത്തൂരിൽ ട്രെയിനിൽ ആക്രമണം നടത്തിയതിന് ശേഷം പ്രതി രക്ഷപ്പെടുകയായിരുന്നു. കോഴിക്കോട് എലത്തൂരിൽ ആക്രമണം നടത്തിയ പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ പ്രതിക്ക് പൊള്ളലേറ്റതായി കാണാൻ സാധിക്കുന്നു. ഇടത് കണ്ണിന് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും പിടികൂടിയ ഷാരൂഖ് ഷൈഫിയുടെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സംഘം പിടികൂടിയത്. നമുക്കറിയാം, എലത്തൂരിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തർപ്രദേശിലെ നോയിഡയിലേക്ക് അടക്കം പ്രത്യേക സംഘം എത്തുകയും ചെയ്തത്. രണ്ടാം വട്ടം പ്രതിപക്ഷത്താണ്. കേരളത്തിന്റെ അതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ മാറി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? കോൺഗ്രസിനെ ഉപദേശിക്കാനൊന്നും നമ്മൾ ആൾക്കാരല്ലല്ലോ. മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസത്തോടെ അവർ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. സാധാരണ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടത്. പന്തം കൊളുത്തി ഒരു പാണക്കാട്ട് തങ്ങൾ മുന്നിൽ വരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ന് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ ഉജ്ജ്വലമായ ഒരു പ്രതീകം, ആ പ്രതീകത്തെ നിശബ്ദമാക്കുക, അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കുക തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഏതൊരു ഇന്ത്യക്കാരന്റെയും കടമയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മനസ്സ് തുറക്കുന്നു. പറഞ്ഞതും പറയാത്തതും നാളെ രാത്രി 8:30. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗത്തിൽ കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല ദർശനം നടത്തി. യാഗത്തിൽ പങ്കെടുക്കാനും പൗർണമിക്കാവ് ദേവിയെ ദർശിക്കാൻ സാധിച്ചതും ഭാഗ്യമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിൽ ബാലത്രിപുര സുന്ദരി യാഗവും നടന്നു. ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ ശ്രീ കൈലാസപുരി ഭക്തർക്ക് നേരിട്ട് ദർശനം നൽകി. യാഗം നാളെ അവസാനിക്കും. മാർച്ച് 31 ആരംഭിച്ച യാഗം ഓരോ ദിനവും മന്ത്രങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തുടരുകയാണ്. പൗർണമിക്കാവും പരിസരവും മറ്റൊരു ദേവലോകത്തിന്റെ അനുഭൂതിയാണ് ഭക്തർക്ക് നൽകുന്നത്. മംഗളഗണപതി പൂജയോടെയാണ് യാഗം തുടർന്നത്. ചതുർവേദ പാരായണവും നവഗ്രഹ യാഗവും ഹോമങ്ങളും ദീപാരാധനയും പ്രപഞ്ചയാഗത്തിന്റെ പുണ്യമായി നിറഞ്ഞു. കേന്ദ്ര കൃഷിമന്ത്രി പുരുഷോത്തം രൂപാല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂജാരിമാരെ പൗർണമിക്കാവിൽ കാണാൻ സാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലെ പറഞ്ഞു. અહીંયા ચાલતા પ્રપંચ યજ્ઞની અંદર દેશભરના મુખ્ય આપણા જે તીર્થો છે, ઉજ્જૈન, કામાખ્યા, ખાસ કરીને તાંત્રિક આપણી પીઠો છે, બગલામુખી, એ બધા તંત્ર સ્થાનકોના આચાર્યો અહીંયા ઉપસ્થિત છે અને એક સાથે મળીને આ શક્તિ ઉપાસનાના પર્વને મનાવે છે. ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥും ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശിവലിംഗ ദീപാരാധനയ്ക്ക് ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ ശ്രീ കൈലാസപുരി കാർമ്മികത്വം വഹിച്ചു. 254 സന്യാസി ശ്രേഷ്ഠന്മാരും പ്രപഞ്ചയാഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. യാഗം തുടരുന്നതിനിടെ അനുദിനം ഭക്തജന തിരക്ക് ഏറുകയാണ്. എല്ലാ ദിവസവും 108 പൂജകളാണ് ഭക്തർക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. യാഗം വ്യാഴാഴ്ച അവസാനിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. 5 മണി വാർത്തയുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും
വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.